ഇനി നിന്റെ വീടാ. അല്ല, നിന്റെയും കൂടെ വീട്. അങ്ങനെയല്ല, നിന്റെ വീട്. നീ വാടി സാറാമ്മേ. അവൻ എന്നെപ്പോലെ ഒരു ശുദ്ധനാ. അവന് നിന്നോടൊരു പിണക്കവും ഇല്ല. നീ വാ, നീ വാടി. എന്റെ സാറാമ്മ, നീ നോക്കി നിൽക്കാതെ കുരിശ് വരച്ച് പിള്ളേരെ അകത്തോട്ട് കയറ്റടി. ഇനി കൊണ്ടുപോവാൻ പറ്റേ. ഈശോ വിശേഷം സ്തുതിയായിരിക്കട്ടെ. മോളെ, ഞങ്ങളൊരു വിശ്വാസപ്രകാരം കുരിശ് വരച്ചെന്നേ ഉള്ളൂ. മോളുടെ വിശ്വാസം ഒന്നും കളഞ്ഞു വിളിക്കണ്ട. അമ്പലത്തിൽ പോക്കും മുടക്കണ്ട. കൊച്ചിനെ വിളിക്കടി. അയ്യോ, എന്താ മോളെ ഇത്? വലതുകാലി വെച്ച് കേറും മോളെ. അമ്മച്ചേ, അങ്ങനെയൊക്കെ അങ്ങ് നടന്നുപോയി. ജാതി മതമൊന്നും നോക്കണ്ട. തേ വരണുണ്ട്, തരക്കേടില്ല, അത്രേ ഉള്ളൂ. നമുക്കതൊക്കെയല്ലേ കിട്ടുള്ളൂ. അറക്കളം പീലി എന്റെ വല്യപ്പച്ചനാ. നാട്ടുകാർക്ക് ഇദ്ദേഹം തമാശയാ, ലെജൻഡ്, തസ്കര വീരൻ. പക്ഷേ അപ്പനേക്കാളും വലിയ സ്ഥാനത്താ ഞാൻ വെച്ചിരിക്കുന്നത്. ഹീസ് ഗ്രേറ്റ്. എനിക്കറിയാം. നീ ഒന്ന് ഒരുങ്ങി, നമുക്കൊന്ന് പുറത്തു പോവാം. ഒരുങ്ങാന്ന് പറയുമ്പോ ഇച്ചിരി ഓവർ ആയിക്കോട്ടെ. നല്ല പളപളാന്ന് മിന്നുന്ന സാരി, മാലയും വളയും കമ്മലും അരഞ്ഞാണും. അരഞ്ഞാണ് തന്നെ ഞാത്തി ഇങ്ങനെ കുറച്ച് നീണ്ട് കടന്നോട്ടെ. 4 പീപ്പിൾസ് കാണട്ടടി. എന്താ ഒരുങ്ങാന്ന് പറയുമ്പോ എനിക്ക് ഇതേ ഉള്ളൂ. വീട്ടിൽ ചെന്നാലും കൂടിയതൊന്നും ഉണ്ടാവില്ല. എന്റെ പൊന്ന് തങ്കമണി, സെന്റിമെന്റൽ ആകാതറി. നിന്റെ ഇല്ലാവല്ലാഴികളൊക്കെ അറിയാവുന്ന ഫാലാക്കാരൻ ഭർത്താവല്ലടി ഫുല്ലേ ഞാൻ. നീ വാ. ഇതൊക്കെ ഞാൻ നേരത്തെ മേടിച്ചു വെച്ചതാ. സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ നന്ദി പറയേണ്ടത് നിന്റെ ആ കൂട്ടുകാരിയോടാ. ഏത് കൂട്ടുകാരി? ഏലിക്കുട്ടി ഫ്രാൻസിസ്, ഇണ്ടന്തുരുത്തിയിൽ വീട്, ഇരിട്ടി. ഞാൻ അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്തിട്ടുണ്ട് തങ്കം. ഞാൻ ആ കത്തങ്ങ് പൊട്ടിച്ചു. അത് വായിച്ചപ്പോഴേ നിന്റെ ലവ് അഫെയർ മനസ്സിലായത്. പിറ്റേന്ന് തന്നെ പോയി ഞാൻ മാലയ സാരി മേടിച്ചു. എന്തൊക്കെ ആയാലും മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കുന്നത് അത്ര നല്ല സ്വഭാവമല്ല. ഐ എം സോറി. സാരല്ല ബേബി ചായ, ഞാനും ഒരു തെറ്റ് ചെയ്തു. വല്ല കടുത്ത തെറ്റുവാണെങ്കിൽ പറയല്ലേ തങ്കമണി. ആ കാർഗിൽ ഇതൊന്നല്ല. ഏലിക്കുട്ടി ഫ്രാൻസിസ് ഇല്ലേ, ഇണ്ടന്തുരുത്തിയിലെ. എവിടെ വീട്? അങ്ങനെ ഒരാളില്ല. അങ്ങനെ ഒരാളില്ലേ? ഏലിക്കുട്ടി ഫ്രാൻസിസ് എന്നൊരാള് ഇരട്ടിയിലെങ്ങുമില്ല. എനിക്കറിയായിരുന്നു എന്റെ പേര് കണ്ട സുഗതം കത്തെടുക്കുമെന്ന്. എടുത്താ അത് ബേബിച്ചാന്റെ കൈ തരും. കൈ കിട്ടിയ ബേബിച്ചാനത് പൊട്ടിക്കും. ഞാൻ ആലോചിച്ചപ്പോ എല്ലാം തുറന്നു പറയാൻ ആ ഒരു മാർഗേ ഉള്ളൂ. ഇല്ലാത്തൊരാളുടെ പേരിൽ കത്തയക്കാം. അതൊരു തെറ്റാണോ ബേബിച്ചായ? ഇനി അങ്ങോട്ടുള്ള നിന്റെ കൂടെ എന്റെ ജീവിതം അതൊരു വൻ റിസ്ക് ആണ് തങ്കമണി. അമ്മയെ പോലെ അഭയം തന്ന സ്ത്രീ, ആഹാരം തന്ന സ്ത്രീ, കക്കണം തോന്നിയപ്പോ ആ സ്ത്രീക്ക് തന്നെ പ്രിഫറൻസ്. അത് വളരെ എളുപ്പമാണല്ലോ. ചോദിക്കാനും പറയാൻ ആരുമില്ല, ഒറ്റയ്ക്ക് താമസം. നന്ദി കെട്ട നായ്ക്കൾ. ഇതിനു മുമ്പ് എന്തെല്ലാം ഓടിച്ചോണ്ടാ? തിയേറ്റർ കണക്ക് ഞാൻ നോക്കിയിട്ടില്ല. ഇതുവരെ ഒരു പൈസയും ഞങ്ങൾ അവിടെ എടുത്തിട്ടില്ല. ഇത് പക്ഷേ നിനക്ക് എന്തിനാ നെക്ലസ് ഗേൾഫ്രണ്ടിന് കൊടുക്കാനോ? ഞാനിത് എടുത്തത് എന്റെ പെങ്ങളുടെ ഒരു ആവശ്യത്തിനാ. പൊന്നിട്ട് നടക്കാനുള്ള ആഗ്രഹം ഒന്നും അവൾക്കില്ല. ഇത് വിറ്റ് കിട്ടുന്ന കാശ് എനിക്ക് വേണം. അവൾക്ക് വേണ്ടിയാണത്. നീ എന്തൊക്കെയാടായി പറയുന്നത്? ഇവന്റെ പെങ്ങളുടെ ചികിത്സയ്ക്ക് ഒരുപാട് കാശ് വേണം. ഇന്നലെ അവന്റെ ബാപ്പ വിളിച്ചിരുന്നു. മറ്റൊരു വഴിയും കാണാനിട്ടാ. മീനാമ്മച്ചി ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾക്ക് ബേബി ചായനോട് ചോദിച്ചൂടായിരുന്നോ? ഞാനത് അവനോട് പറഞ്ഞതാ. പോട്ടടാ പൊടിയാ.
ഇതാണ് ബേബിച്ചായൻ. ഇത് ബേബിച്ചായന്റെ ഭാര്യ തങ്കമണി ചേച്ചി. ഞാൻ ബീരാൻകുട്ടി. ഒരുപാട് നന്ദിയുണ്ട്, കടപ്പാടും ഉണ്ട്. നമ്മളെ കുട്ടിയൊക്കെ അഭയം കൊടുത്തേന്. നിങ്ങൾ അവറ്റങ്ങൾ അന്നം മുടക്കിയിട്ടില്ലല്ലോ. അതമാനെ പത്തനാവാ അയ്യപ്പോ വരി വരി ആ എല്ലാവരും വരി. ഇതാരാന്ന് മനസ്സിലായോ? ഇത് ബേബിച്ചൻ, നമ്മളെ പിള്ളേരൊക്കെ. ഇത് ബേബിച്ചന്റെ ഭാര്യ തങ്കമണി. ഞാൻ രാഘവന്റെ അച്ഛൻ പീതാംബരൻ. ഇത് ദീപുവിന്റെ ചേച്ചി അനിയത്തിയ. അച്ഛനും അമ്മയില്ല. എന്താണ് ഇതൊക്കെ? ആരോടൊന്നും പറയാതെ നീയൊക്കെ എങ്ങനെ കളിച്ചും ചിരിച്ചും? ഈ ഗ്രാമം ഗാന്ധിപുരം. സത്യത്തിൽ ഇതൊരു ഗ്രാമമല്ല, സർക്കാർ ഭൂമിയാ. ഞങ്ങൾ കുടിയേറ്റക്കാരും. ഞങ്ങൾക്കും കിടപ്പാടും തൊഴിലൊക്കെ ഉണ്ടായിരുന്നു. ബാലരാമപുരക്കാരെക്കാളും മികച്ചമുണ്ട് ഞങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് പട്ടുസാരിക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. കൊല്ലങ്കോടിനടുത്ത് ഗ്രാമപുരം, അതായിരുന്നു ഞങ്ങളെ ഗ്രാമം. അതിസമ്പത്തൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും തൃപ്തരായി പട്ടിണി കൂടാതെ ജീവിച്ചു പോന്നവരായിരുന്നു ഞങ്ങൾ, അയാൾ വരുന്നത് വരെ. ആരാ അയാള്? കുണ്ടുകുഴി ഈപ്പൻ, ഇപ്പോഴത്തെ മലയിലെ ഈപ്പൻ. ബാക്കി അറിയാം. എല്ലാരും കൂടെ ലോൺ എടുത്ത് നെയ്ത്തുശാല തുടങ്ങുന്നു. ഈപ്പൻ ചതിക്കുന്നു. ചതിച്ചത് ഈപ്പൻ മാത്രമല്ല സാറേ. ഈപ്പനേക്കാൾ ഞങ്ങൾ അന്ന് വിശ്വസിച്ചത് കുട്ടപ്പനെ, അറക്കളം കുട്ടപ്പനെ. എന്താ സാറേ? ചതിച്ചത് ഈപ്പനാണെന്ന് പറഞ്ഞൊഴിയാൻ കുട്ടപ്പന്റെ മകന് അവകാശമില്ല. അറക്കളം കുട്ടപ്പന്റെ മകനാണ്. അപ്പന്റെ പാപം മകൻ വഹിച്ചേ പറ്റൂ. കുട്ടപ്പൻ തന്നെയാ ഞാൻ. അങ്ങനെ നോക്കുമ്പോ നിങ്ങളെ ചതിച്ച ഞാനാ. അതുകൊണ്ട് ഞാൻ തന്നെ അതിനൊരു പരിഹാരം കാണും.